പനി ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ മരുന്നൊക്കെ കൊടുക്കും. പക്ഷെ ചില പനികൾ വരുമ്പോൾ ചില സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ കുട്ടികളുടെയൊക്കെ പ്രത്യേകിച്ച് പനികളുടെ ചില ലക്ഷണങ്ങൾ അപകടകരമായിട്ടുള്ള സൂചനകൾ നമുക്ക് തരും. അപ്പം അത്തരം ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് കുട്ടി ഭയങ്കരമായിട്ട് ഡ്രൗസി ആയിട്ടിരിക്കുക, ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുക, വിളിച്ചാലും ഉണരാത്ത രീതിയിൽ ഭയങ്കര ക്ഷീണം കാണിക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ഗ്രേഡ് ടെമ്പറേച്ചറായിട്ട് ടെമ്പറേച്ചർ കുറയുന്നേ ഇല്ലാത്ത അവസ്ഥ. അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും റാഷസ് ഒക്കെ പൊങ്ങുന്നു, അല്ലെങ്കിൽ മൂത്രം പോവാത്ത അവസ്ഥ. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയുടെ മൂത്രം പോകുന്നില്ലെങ്കിൽ, ഭയങ്കരമായിട്ട് ക്ഷീണം കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ശ്വാസത്തിന് കൂടുതലായിട്ട് ശ്വാസം എടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫീബിളായിട്ടുള്ള റെസ്പിറേഷന്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന അവസ്ഥ, അല്ലെങ്കിൽ വോമിറ്റിംഗ് പെർസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വോമിറ്റിംഗ്, അതുപോലെ സ്റ്റിഫ് നെക്കൊക്കെ തിരിക്കാൻ പറ്റാതെ നെക്കിനൊക്കെ ഭയങ്കര വേദന. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അത് പനിയുടെ റെഡ് ഫ്ലാഗ് സയൻസ് ആയിരിക്കാം. എന്തെങ്കിലും അപകട സൂചനകൾ ഉണ്ടെങ്കിൽ വേഗം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ചിലപ്പോൾ അത് മാറാം. അപ്പോൾ അത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. നമ്മുടെ ഇത്തരം പനി ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഇത്തരം പനി ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.